ഒറ്റ വാക്കിൽ പറയാം, അഴിഞ്ഞാട്ടം. കുത്തേണ്ടവരെ കുത്തുകയും കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും നല്ല അടിപൊളിയായിട്ട് ബബ്ബ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ദിലീപിന്റെ പടം ഇന്നേ വരെ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇതാദ്യമായിട്ട് കണ്ടു, വാശിപ്പുറത്ത് കണ്ടത് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. കുറെ പേര് വന്നിട്ട് ബൈക്കട്ട് ചെയ്യണം, സിനിമ നിർത്തലാക്കണം, നിരോധിക്കണം, ദിലീപിനെ ഇനി അഭിനയിപ്പിക്കാൻ പാടില്ല, ദിലീപിനി വീട്ടിന്റെ അകത്ത് പോലും ഇരിക്കാൻ പാടില്ല, ജയിലിലിടണം, തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടീമൊക്കെ ഒരു തിരിച്ചടിയോടുക തന്നെയാണ് ഞാൻ ഈ പടം കണ്ടിട്ടുള്ളത്, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ഇനിയിപ്പോ കൊണക്കണ്ടല്ലോ. ഇവിടെ ദിലീപ് കുറ്റവാളി അല്ലെന്ന് കോടതി വിധി വന്നിട്ടും അവർക്ക് ആർക്കും അടങ്ങുന്നില്ല. ഇനി പോട്ട്, ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷേ ഈ പടം എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രമല്ല, അവിടെ വേറെയും കുറെ ആൾക്കാരുണ്ട്. ദിലീപ് മാത്രമല്ല അഭിനയിച്ചിട്ടുള്ള, വേറെയും കുറെ ആൾക്കാരുടെ അന്നമാണ്. അതുപോലും മനസ്സിലാക്കാണ്ട് കുറെ എണ്ണം വന്നിട്ട് പടം നിർത്തണം, ദിലീപിന്റെ പടം കാണാൻ പാടില്ല. അന്വേഷണങ്ങൾ വകുപ്പ് പ്രകാരം അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിപ്പിക്കണം. ഓക്കെ, ഞാൻ അതിലോട്ട് വരുന്നില്ല. അതിലോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലെവലിൽ സംസാരം പോകും. അപ്പൊ പടത്തിനെ പറ്റിയിട്ട് തന്നെ പറയാം. ഡയറക്ടർ കം പ്രൊഡ്യൂസർ കമ്പനി എല്ലാം തെണ്ടി കൊടുക്കാം, കണ്ടോളൂ. എന്നാൽ പടം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ലോജിക്ക് പരമായിട്ടും കഥാപരമായിട്ടും ഇമോഷൻ പരമായിട്ടും ഒന്നും കണക്ഷൻ ഒന്നും അധികം ഒന്നും അങ്ങനെ ഒന്നും ഇല്ല, ഒന്നും വേണ്ടതാണ്. കുറെ റിഫറൻസ് ഉണ്ട്, തിയേടി മൂസ, വേളയർ, പരമശിവം, അങ്ങനെ മിജോധ, ഏതൊക്കെയോ ഉണ്ട്, കുറെ ഉണ്ട് കേട്ടാ. എല്ലാ പടങ്ങളും കൂടി ഒരുമിച്ചെടുത്ത് വെച്ചോലെ എനിക്ക് തോന്നി. 2020 സെറ്റപ്പ്, ആ സെറ്റപ്പിലല്ല, 2020 വേറെ ലെവൽ പടം. ഓക്കെ, എങ്കിലും കണ്ടിരിക്കാൻ ലാഗില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. എന്റെ പൊന്നിടവൽ ലാലേട്ടൻ തിമിർത്ത് വേറെ ലെവലായിരുന്നു ലാലേട്ടൻ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ദിലീപ് ഒരു തിരിച്ചു വരവ് തന്നെയാണ്, ദ റിയൽ കം ബാക്ക്. ഇപ്പൊ കുറെ പേർക്ക് ചിലപ്പോൾ ഈ പടം പിടിക്കത്തില്ല, അത് അവരുടേതായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ കാണാൻ പോകണമെന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ OTT വന്നിട്ട് TV-ലിരുന്നോ ഫോണിലിരുന്നോ കാണാമെന്ന് വിചാരിക്കുന്നവർക്ക് ആ ഒരു ഗുമ്മ് കിട്ടത്തില്ല, ആ ഒരു ഫീല് കിട്ടത്തില്ല, BGM-ന്റെ ഒരു ബാസ് കിട്ടത്തില്ല, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും കിട്ടത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ കാണുക. ഒരിക്കലും പൈസ നഷ്ടമൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഇതിലൊരു കഥാപരമായിട്ട് ലോജിക്ക് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ തേങ്ങയൊന്നുമില്ല. പക്ഷേ കണ്ടിരിക്കാനും ഓരോ നിമിഷവും കൈയടിക്കാനുള്ള എല്ലാ സാധനം പടത്തിലുണ്ട്. എണീറ്റ് നിന്ന് കൈയടിക്കാനുള്ള വകുപ്പ് അതിൻ്റെ അകത്തുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടൻ തകർത്ത് തിമിർത്ത് അടിക്കുക, അത് വേറെ ലെവൽ ഐറ്റം, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ദിലീപ് ഒരു രക്ഷയില്ല, തകർത്ത് അടിക്കി. അയ്യോ, ഡയലോഗൊക്കെ അടിക്കുമ്പോൾ, ചില ഡയലോഗൊക്കെ അടിക്കുമ്പം എന്തു കുത്തി പറഞ്ഞ പോലെ തോന്നുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം ആർക്കൊക്കെ വിട്ടും നല്ലപോലെ കുത്തിയതുപോലെ നല്ലൊരു ഫീല് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, കുത്തി പറഞ്ഞതുപോലെ. എന്തായാലും ഈ ഒരു സിനിമ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സുഹൃത്തുക്കളെ. അത് ഏതൊക്കെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ്, അല്ലെ? അല്ലാണ്ടൊന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണുക. അല്ലാത്തവർ വീട്ടിൽ OTT വരുമ്പോൾ കാണാന്ന് പറഞ്ഞിരുന്ന് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രം കുടുംബ സ്വത്തൊന്നും അല്ല കേട്ടോ. ആ സിനിമയിൽ ഒരുപാട് പേരുടെ എഫർട്ട് ഉണ്ട്. ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നേട്ടമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിനിമയെ ആക്ഷേപിച്ച് തകർത്തടിക്കിയ സിനിമ നിർത്തലാക്കണമെന്ന് പറയുന്ന ടീമുകൾക്ക് ഇതൊരു തിരിച്ചടിയാകണം. അതുപോലെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിട്ടും വെളിവും ബോധവും ഇല്ലാതെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, കോടതി വിധി വന്നു. യഥാർത്ഥ കുറ്റവാളികളെയും യഥാർത്ഥ ഗൂഢാലോചന നടത്തിയവരെയും പിടിച്ചിട്ടില്ല. അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് മേഖലയിലോട്ട് അന്വേഷിക്കണം എന്ന് പറയാണ്ട് ദിലീപിനെ ഇപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വിവരദോഷികളുണ്ട്. അവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെ ആവട്ടെ. ഈ പടം ഓടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി. ഇതിന്റെ റിവ്യൂവിന്റെ വ്യൂസ് തന്നെ എടുത്ത് നോക്കി നോക്കും, ഓരോ ചാനലുകളിലും വന്നിട്ടുള്ള. നമ്മുടെ വ്യൂ നോക്കണ്ട, അല്ലാണ്ട് വേറുള്ള ഓരോ ചാനലിലൊക്കെ വരുന്ന വ്യൂസ് നോക്കി നോക്കും, കുത്തനെ ഇടിച്ച് കയറുക. കാരണം എന്താ, അത്രയും ഹൈപ്പിലാ കയറി നിൽക്കുന്ന സാധനം. എന്തായാലും ഒരു തിരിച്ചുവരവ് തന്നെയാണ്. കഴിഞ്ഞ പടങ്ങളെ പോലെ ഒന്നുമല്ല, നല്ലൊരു ഒന്നാം തരം തിരിച്ചുവരവ് തന്നെയാണ്. ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. മിക്സഡ് റിവ്യൂ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്നവർ പറയുന്നവരും ഉണ്ട്, അല്ലാതെ കുഴപ്പമില്ല എന്ന് പറയുന്നവരും ഉണ്ട്, അങ്ങനെ പിടിച്ചില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഞാനിപ്പോഴും പറയാം, നമ്മൾ ലോജിക്ക് ഫൈറ്റ് സീനൊക്കെ ലോജിക്കോട് പോയിരുന്ന് കാണാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മളല്ലാണ്ട് അങ്ങ് എൻജോയ് ചെയ്യുക. ഒരു പടം കിട്ടി എൻജോയ് ചെയ്യുക, ആ മൂഡിലിരുന്ന് കാണുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കൂടെ പാട്ടൊക്കെ ഹൈപ്പിടാ അണ്ണണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തിയേറ്ററിലിരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ പാട്ടൊക്കെ മറന്നു പോകും. ലാലേട്ടന്റെയും ദിലീപിന്റെയൊക്കെ പെർഫോമൻസിൽ നമ്മൾ വീഴുന്നു പോകും. അത് വേറെ സത്യമാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു പബ്ലിക് റെസ്പോൺസ് ഒന്ന് കണ്ടു നോക്കാം.
സൂപ്പർ ഇറങ്ങുന്ന കുറെ ഫെമിനിസ്റ്റുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ബ്രോ. സൂപ്പർ ആണ്. ഫസ്റ്റ് ഹാഫ് ആയതുള്ളൂ, തൊണ്ട പോയി. അതിനകത്ത് വന്നിരുന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ലോജിക്കുണ്ട്, ലോജിക്ക് ആവശ്യം ലോജിക്കുണ്ട്. ഇതിലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ ഫൈറ്റ് സീനൊക്കെ എടുത്ത് വെച്ചിരിക്കണം. റെഫറൻസ് ഒക്കെ എവിടെ തന്നെ അങ്ങനെയല്ല കാണാൻ മനസ്സിലാവും. എന്തായാലും അന്ന് കണ്ടേ എക്സ്പീരിയൻസ് തിയേറ്റർ വന്നാണ്. ഇത് OTT ഒന്നും കാണാൻ നിൽക്കില്ല. സംഭവം അവിടെ കീറി വെച്ച് തൊണ്ട കഴിച്ചു പക്ക മാൻഡസ് പരിപാടിയാണ്. ലോജിക് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പറഞ്ഞിട്ട് വരില്ല. ഒരു ഫുൾ 5 ഓഡിയൻസ് കണ്ടാൽ സെറ്റാണ്. ഇത് എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. IFF കിടന്ന് നേരങ്ങുന്ന കുറെ ഫെമിനിസ്റ്റുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ബ്രോ. ഇത് ഷുവർ ഷോട്ട് ബ്രോ. ഇട്ട് ലാലൻ കൂടെ വരുമ്പോൾ നോക്കിയോ പാടാൻ കയറി കൊടുത്തു. പക്ക എന്റർടൈൻമെന്റ് ഒരു ലോജിക് ഒന്നും നോക്കാതെ കണ്ടോ. CTV അത്രയും കൂടെ ഫൈറ്റ്സിനൊക്കെ ഒരു രക്ഷയില്ല ബ്രോ. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട്. നോ ലോജിക്, ഓൺലി ബാനസ്. ദിലീപ് ഷോ. സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ലോജിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പോയിന്റ് സാധനം. BGM അടിപൊളി, സിനിമ കട്ട ഫാസ്റ്റ് ആണ്. അത് ഓരോ ബിൽഡ് ചെയ്ത് പോണേക്കാൾ ഒരു രക്ഷയില്ല. മിക്ക സെക്കൻഡ് ഹാഫ് കുറച്ച് കത്താനുള്ള ചാൻസ് ഉണ്ട്. കാണിച്ചില്ല സെക്കൻഡ് ഹാഫിനാണ്. പക്ഷേ ആ ഒരു ബിൽഡ് ചെയ്ത് പോകുന്ന സംഭവം ഒരു രക്ഷയില്ല. ദിലീപിന്റെ ഒരു പക്ക കമ്പാക്ക്. ഈ പ്രിൻസ് അങ്ങനത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല. കട്ട എന്റർടൈൻമെന്റ് പടം. അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഒരു ആദ്യ തിമിർത്തില്ല, തൊണ്ട പറയാൻ കേട്ടോ. ഒരു രക്ഷയില്ല. പടം ലോജിക്കൊന്നുമില്ലെങ്കിലും ലോജിക്കെന്ന് പറയാനല്ല, പടം വൈബാണ്. പുള്ളിയുടെ തിരിച്ചുവരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ക്രിസ്മസ് എന്തായാലും പുള്ളിയുടെ പടം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരും ടിക്കറ്റ് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ നല്ല പടം. ക്രിസ്മസ് എന്തായാലും ദിലീപ് തൂക്കും. ഇതുവരെ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് അങ്ങനെ പറഞ്ഞിട്ട് പറയാം. ഇതുവരെ ഓക്കെയാണ്. വൈബ് കുറെ നല്ല പടമായിരുന്നു. ലോജിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ആണ് കണ്ടിട്ടുള്ളത്. ക്രിസ്മസ് എന്തായാലും ദിലീപ് തൂക്കി, അത് വേറൊരു സത്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് പടം കണ്ടത്. ഇനി ഫ്രണ്ട്സായിട്ട് ഒന്നുകൂടി പോയി കാണണം. കാരണം അമ്മമാർക്ക് രാവിലെ തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ ഒറ്റയ്ക്ക് നമ്മൾ പോയി പടം കണ്ടു. നമ്മൾ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് പോയി കണ്ടു. ഇനി അമ്മമാരായിട്ട് ഒന്നുകൂടി പോയി കാണണം. സെറ്റ്. ഞാൻ ഒറ്റ കാര്യം പറയും, ലോജിക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറേ ലോജിക്ക് കിട്ടും. ആ രീതിയിൽ ചിന്തിക്കല്ലേ. നമ്മൾ വൈബായിട്ടിരുന്നും കാണുക തകർത്തില്ലേ. ഫെമിനിസ്റ്റുകൾക്കും കണ്ടയപ്രാച്ചികൾക്കും നല്ല പോലെ കൊടുത്തിട്ടുണ്ട് ഒന്നാക്കി തന്നെ. വേറൊരു നമ്മുടെ അറക്കൽ ചേച്ചി ഉണ്ടായിരുന്നു. അറക്കൽ ചേച്ചി വന്നിട്ട് നല്ല മെഹേനാറെന്ന് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടനെയും ചീത്തയും വിളിക്കുന്നുണ്ടായിരുന്നു. പടം കാണുമല്ലോ, ദിലീപിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെയുള്ള സെറ്റപ്പിലാണ്. ചേച്ചി മൂഞ്ചിയ എന്റെ സിനിമ പോയി അഭിനയിച്ച ലാലേട്ടനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ. നമുക്കെന്താ അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. പക്ഷെ ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളെ പോലെയുള്ള 4-3-7 എണ്ണത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ നാട് നന്നാകും. അതാണ് വേറൊരു സത്യം കേട്ടോ. എന്തായാലും നിങ്ങളെ പോലെയുള്ള 4-3-7 എണ്ണം കിടന്ന് വിളിച്ചില്ലേ, ഘോരഘോരക്ക് പ്രസംഗിച്ചില്ലേ, വൈകെട്ടിയാണ് ദിലീപിന്റെ നിർത്തലാക്കണം, മറ്റാണ് മാങ്ങാണ് തൊലിയാണ്, ജനങ്ങൾ ആ നെഞ്ചിലേറ്റി. ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ് ആ കേസിന്റെ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ നാറുകളും പുറത്തു വരണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. അതും കൂടി ആവുമ്പോൾ സബലമാവും ഈ ജീവിതം പ്രേമഭൂഷം. ആ അവസ്ഥയാണ്. ഇനി വേറൊരു അണ്ണൻ കിടന്ന് കൊണ ദിലീപിന്റെ പടം കാണൂല, ഫെമിനിച്ചായി ഞാൻ പറയുന്ന കേട്ടോ. 18-ാം തീയതി ദിലീപിന്റെ ബബ്ബയുടെ റിലീസാണ്. അപ്പൊ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, പ്ലാൻ ഇല്ല. എന്തുകൊണ്ടാണ്? എന്നാൽ പോലും കാണാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോടതിയുടെ നടപടി അല്ലെങ്കിൽ കോടതിയുടെ വിധി ഒരു ശാശ്വതമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേൽക്കോടതിയിൽ പോകുമ്പോൾ ദിലീപ് കുറ്റവാളിയാവാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പടം കാണാൻ താല്പര്യമില്ല. ദിലീപിൻ്റെ പടങ്ങൾ ആരും കാണരുതെന്ന് തന്നെയാണ്. ഒരു കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കേസ് വരുന്നതിന് മുമ്പുള്ള പഴയ ദിലീപിന്റെ ചിത്രങ്ങൾ കാണുന്നതിനോട് കണ്ടിരുന്നു. ആ സമയത്ത് ദിലീപ് കുറ്റാരോപിതനല്ല. അപ്പം നമുക്ക് കാണാൻ പ്രശ്നമില്ലല്ലോ. അല്ല, ആ സിനിമകൾ ഇപ്പോൾ റീവാച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാണണം എന്നുള്ളവർക്ക് കാണാം. ഇനിയുള്ള സിനിമകൾ, പുതിയ സിനിമകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രം. ഓക്കെ, ഇനിയുള്ള പുതിയ സിനിമകൾ പ്രോത്സാഹിപ്പിക്കരുത്. കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് പ്രതിയാണെന്ന് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ പറയുന്നത്. ഇവന്റെ പറച്ചിലേട്ടത്തൊന്നും ഇവനാണ് കേസ് അന്വേഷിച്ച ഓഫീസർ പോലെ. ആ രീതിയിലാണ് ഇവനൊക്കെ പറയുന്നത്. വിവരമൊന്നും വേണം. സാധാരണ 7 ഏലത്തൂടെ ഇവനൊന്നും പോയിട്ടില്ല. അത് ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് പോലും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാണ്ട് മീഡിയക്കാർ ചൂണ്ടിക്കാണിച്ച് ഒരുത്തന്റെ നെഞ്ചത്തോട്ടാണ് അവന്മാർ ഇപ്പോഴും ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത്. കുഴപ്പമില്ല, പടം 1 ഹിറ്റ്. ഇനി സായിയുടെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം.
അഴിഞ്ഞാട്ടം. ഞാൻ കാര്യം പറയുള്ളൂ, അഴിഞ്ഞാട്ടം. ഇന്റെ മക്കളെ ആദ്യം പറയുന്നു ലോജിക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കഥ, ഇതിനകത്തുള്ള സെൻസ്, നമ്മളുടെ അങ്ങനത്തെ സാധനങ്ങൾ. കഥാ തിരക്കഥ സംവിധാനം ഒന്നും അതെ, കഥ തിരക്കഥ സംവിധാനം ആഘോഷിക്കുക, ആർമാദിക്കുക എന്നുള്ള മാത്രം പരിപാടിക്ക് തിയേറ്റർ കയറിയാൽ മതി. ഫസ്റ്റ് ഹാഫ് മൊത്തം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തൊക്കെയോ പറയണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ട് അതായത് ഒരു ബ്രില്യൻസ്. ഇങ്ങോട്ട് കാശ് മേടിച്ച് സിനിമ വെച്ചിട്ട് അത് പുള്ളി നാട്ടുകാരോട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അയാൾ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതിച്ചതാണ് തോന്നുന്നു. അമ്മാതിരി കൊടുപ്പാണ് കൊടുത്തുള്ളത്. ഫസ്റ്റ് ഹാഫ് മൊത്തം ആ രീതിയിൽ അതിന് എന്തായാലും എതിർപ്പ് വരും, വിമർശനങ്ങൾ വരും. കാരണം സ്ട്രേറ്റ് അവേ സാധനമാണ്, സ്റ്റേറ്റിനുള്ള അടിയാണ്. ഇത് ആ യൂണിവേഴ്സിറ്റി, സിനിമ യൂണിവേഴ്സിറ്റി നടക്കുന്ന സ്റ്റേറ്റിനുള്ള അടിയാണ്, സ്റ്റേറ്റിന്റെ തലവൻ തന്നെ കൊണ്ടുപോയുള്ള അടിയാണ്. എന്നെ ബാന്തരാക്കിയാണ് സ്ട്രേറ്റ് അടി സാധനങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ അഴിഞ്ഞാടി അവിടെ അറിയോ, അട്ടഹാസം, അഴിഞ്ഞാട്ട അട്ടഹാസം. എനിക്ക് സിനിമ മുതലായത് അതിനാണ്. ഈ ആ ഡാൻസ് അഴിഞ്ഞാട്ടം മൂപ്പൻ ദിലീപ് കൂടി കളിക്കുന്ന ഡാൻസിൽ ദിലീപിനെ ഞാൻ നോക്കിയിട്ടില്ല. ഹലോ സിനിമ കഴിഞ്ഞ ശേഷം അയാൾ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇട്ട് കളിച്ചത് ഇതിലാണ്. ഹലോ എല്ലാ സാധനവും അതായത് ദിസ് ഇസ് എ സ്പൂഫ്, പക്കാ സ്പൂഫ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് സ്പൂഫ് പടം. എന്നാൽ നമുക്ക് ചില പോർഷൻസിലൊക്കെ ഈ സ്പൂഫ് കാണുമ്പോൾ പിഞ്ചടിക്കുന്നുണ്ട്. ടു ബി ഓണസ്റ്റ്, ഫസ്റ്റ് ഹാഫിൽ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കാണുമ്പോൾ അൺവാണ്ടഡ് സാധനം, വെരി പ്രഡിക്റ്റബിൾ സാധനം. ആ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഈ ഡയലോഗ് അടിക്കുന്നത് നമുക്ക് വെരി പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ അത് കാണാൻ രസം എന്താണെന്ന് വെച്ചാൽ അത് എവർഗ്രീൻ സാധനങ്ങളാണ്. ആ ക്യാരക്ടേഴ്സ്, അതെ ആ ക്യാരക്ടർ, അതായത് പഴയ നുസ്റ്റു സാധനങ്ങൾ നമ്മൾ കുറെ ആക്കപ്പെടുന്ന കാര്യമില്ല. അവർ അഭിനയിച്ച് വെച്ചാൽ അവരുടെ മാസ്റ്റർ പീസ് ക്യാരക്ടേഴ്സിന്റെ സിനിമകളിലെ ഇത് അവരെ ഡെലിവറി വരുമ്പോഴല്ലോ അപ്പൊ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫൈഡ് സാധനം. അവർക്ക് ഭയങ്കര ത്രില്ലാണ്. ഈ ദേവ്ജി, നമ്മളെ ദേവൻ, റിയാസ് ഖാൻ, നമ്മളെ ഇയാള് സലീം കുമാർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സിന് അവരുടെ മാസ്റ്റർ പീസ് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ദിലീപിന്റെ എൻറ്റയർ, അതായത് വരുന്ന വണ്ടി മുതൽ ദിലീപിന്റെ ഡയലോഗ് മുതൽ എല്ലാ ദിലീപിന്റെ പ്രീവിയസ് ക്യാരക്ടേഴ്സ്, പ്രീവിയസ് സിനിമാസിന്റെ ഒരു സ്പൂഫ് മൊത്തത്തിൽ വെച്ച് ആ കറന്റ് സിനാരിയോയിൽ അയാൾ ഇത് മുൻകൂട്ടി കണ്ടൊരു സാധനം വെക്കില്ലേ, പ്രെഡിക്ട് ചെയ്ത സാധനം വെക്കില്ല, അമ്മാതിരി സാധനം. അങ്ങനത്തെ സാധനമാണ് ഫസ്റ്റ് ഫുൾ അയച്ചു വിട്ടുള്ളത്. കഥയുടെ പോഷൻ ഞാൻ പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ തേങ്ങാൻ വേണ്ടി ലോജിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല. അതായത് ദിലീപ് ഫാൻ ആ സാധനം എടുത്തിട്ട് പറയും, കാരണം അതായത് അങ്ങനത്തെ കൊടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തുടക്കം മുതൽ നമുക്ക് ദിലീപിന്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതിൽ വന്നു പോകുന്ന ധ്യാന്റെ ക്യാരക്ടറും നമ്മുടെ ഇവന്റെ ക്യാരക്ടർ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറും ഇതൊക്കെ ബിൽഡ് ആവുന്നതിന്റെ ഒരു ആർക്കാണ് ഇതിൽ കൊടുത്തത്. അതിന് ധ്യാന്റെ ക്യാരക്ടർ വരാൻ കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫേസ് ഓഫ് വരുന്നത് വിനീത് ശ്രീനിവാസന്റെ ദിലീപിന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. അതിൽ തന്നെ ദിലീപിന്റെ ക്യാരക്ടർ പലപ്പോഴും ഭയങ്കര ആ സിനിമ പറഞ്ഞ ഭ്രാന്തൻ, അഴിഞ്ഞാടുന്ന ഭ്രാന്തൻ ക്യാരക്ടറാണ്. അതിനൊരു എന്താ പറയാ, ഒരു കഥയുടെ ഒരു സ്പൈൻ എന്ന് പറയില്ലേ, അതൊന്നും ഫസ്റ്റ് ഹാഫിൽ ഇല്ല. കഥയുടെ സ്പൈൻ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തപ്പിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഭയങ്കര ലോ ആയിട്ട് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് മുതൽ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും അഴിഞ്ഞാടാൻ നോക്കിയതാണ്. പക്ഷെ വിനീത് ശ്രീനിവാസന്റെ അഴിഞ്ഞാട്ടം എനിക്കത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആദ്യ ക്യാരക്ടേഴ്സ് കണ്ടവർ എനിക്ക് മനസ്സിലായ കാര്യം പറയട്ടെ, ധനഞ്ജയ് ശങ്കർ പക്ക ലാലേട്ടൻ ഫാനാണ്. കാരണം ലാലേട്ടന്റെ പോർഷൻസ് ധനഞ്ജയ് എടുത്ത് വെച്ചത് കണ്ട ഇയാൾ ധനഞ്ജയ് ലാലേട്ടൻ വെച്ചിട്ട് പടക്കുന്നത് മാറി പടം മാറിയാണ്. ആ ലാലേട്ടന്റെ എൻഡ് മുതൽ പടം മാറിയാണ്. എന്താ അതായത് ഓരോ ഡയലോഗ്, ഓരോ സീൻ ലാലേട്ടൻ എന്ത് നമ്മൾ കാണാൻ ആഗ്രഹിച്ചോ അതെല്ലാം ഒക്കെ ഒരു 10 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമുക്ക് ജ്യൂസ് അടിച്ച് തന്ന പോലത്തെ എഫക്ട് ആഘോഷം. അതായത് ലാലേട്ടൻ ഫാൻസിന് ദിലീപ് ഫാൻസിനേക്കാൾ കൂടുതൽ അഴിഞ്ഞാടുന്നത് ലാലേട്ടൻ ഫാൻസ് ആയിരിക്കും എനിക്ക് പറയാനുള്ളത്. അതിനിടയിൽ നമ്മുടെ ഗോപാൽജി കഴി വൻ കുമ്മനടിയൊക്കെ പറയുന്ന ഡാൻസ് പിന്നെ സാൻഡി മാസ്റ്റർ എടുത്ത് പറയുന്ന ക്യാരക്ടറാണ് സാൻഡി മാസ്റ്റർ. സാൻഡി മാസ്റ്റർ ഇപ്പൊ മലയാളത്തിലെ സ്ഥിരം പോലീസുകാരായി മാറുന്നുണ്ട്. സാൻഡി മാസ്റ്റർ ക്യാരക്ടർ കൊള്ളാം. അതായത് മലയാള സിനിമയിലെ സ്ഥിരം സൈക്കോ വില്ലൻ പ്ലസ് പോലീസ് എന്നുള്ളത് സാൻഡി മാസ്റ്റർ ആവുന്ന സംശയത്തിലേക്ക് പോകുന്നുണ്ട്. ഭയങ്കര ടൈക്കാസ്റ്റ് ചെയ്യപ്പെട്ട പോലെ സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടർ അധികം കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം മുഴുവനായിട്ട് ദിലീപിന്റെ അഴിഞ്ഞാട്ട് ഫസ്റ്റ് ഹാഫ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അശോകന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ അതിന്റെ റൈറ്റർ ഫഹീമിന്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു ഉണ്ട്. ഇവരുടെ ക്യാരക്ടേഴ്സും പിന്നെ മെയിൻ ക്യാരക്ടറായ ദിലീപിന്റെ ക്യാരക്ടറും അശോകൻ പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ് തുടക്കം. സെക്കൻഡ് ഹാഫിലേക്ക് അത് വരുമ്പോഴാണ് മറ്റേ പ്ലോട്ട് ലാലേട്ടന്റെ പ്ലോട്ട് തുടങ്ങുന്നതും പിന്നെ കഥയുടെ ഒരു കോർ വരുന്നത്. എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി എനിക്ക് കേട്ടോ പേഴ്സണൽ. കാരണം ഇതിനകത്ത് ഒരു കഥ എലമെന്റ് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ആണ്. അഴിഞ്ഞാട്ടോ സെക്കൻഡ് ഹാഫിലാണ് കിടക്കുന്നത്. പിന്നെ ഇതിനൊരു കുറവ് തോന്നി ഞാൻ പറയാലോ, ഇതിന്റെ മ്യൂസിക് സെക്ഷൻ അല്ലേ ലോ ആയിട്ട് ഒന്നും ഇല്ല അതിനകത്ത്. കാരണം നമുക്ക് അഴിഞ്ഞാട്ടം പാട്ടിൽ തന്നെ അഴിഞ്ഞാട്ടം ആ സാധനം നമുക്ക് പിന്നെ ലാലേട്ടന്റെ സ്റ്റെപ്പും എല്ലാം കൂടി ആയപ്പോഴാണ് സാധനം വന്നത്. വലിയ ശ്രദ്ധിച്ചില്ല. അതെ സെക്കൻഡ് ഹാഫിൽ ഈ കഥയുടെ ഒരു എലമെന്റിലേക്ക് പോയത് നന്നായി. അത് കൊണ്ടുപോയത് ആ പാട്ടിന് അങ്ങനെ 1-2 മിക്സ് സാധനങ്ങൾ വെച്ച് ലാലേട്ടൻ കലാപമണി സോന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അറിയോ നമുക്ക് പ്രേക്ഷകരെ മൊത്തത്തിൽ ഒരു സ്പൂഫ് അടിപ്പിച്ച് സ്പൂഫിൽ എക്സ്ട്രീം കൊണ്ടുപോയിട്ട് കരയേണ്ടവർക്ക് മാറിയിരുന്ന് കരയാം, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഒരുപാട് പേര് കരയുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ പടം പൊട്ടണം എന്ന് ആഗ്രഹിച്ച കുറെ പേരുണ്ടായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞു ഈ പടം കത്തുമെന്ന്. കാരണം ആ ട്രെയിലറിന്റെ വ്യൂവർഷിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സാധനം അത്രയ്ക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ കുറെ ഊളകൾ മാറിയിരുന്നിട്ട് പറയും ദിലീപിനെ നിരോധിക്കണം, ആ പടം നിരോധിക്കണം, മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ പറയും. നല്ലത് കണ്ടാൽ മലയാളികൾ കൈയടിക്കും, അതെനിക്കറിയാം. എന്തായാലും ഈ ഒരു കേസിലും ദിലീപ് സിനിമ രണ്ടും രണ്ടാണ്.
സിനിമയും കേസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് വേറൊരു സത്യമാണ് കേട്ടോ. സിനിമയെ സിനിമയായിട്ട് കാണുക, ലൈഫിനെ ലൈഫായിട്ട് കാണുക. ഇപ്പൊ റിയൽ ലൈഫിൽ ദിലീപിനെതിരെ കേസും കാര്യങ്ങളും വക്കാണത്തായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ സിനിമ വേറെയാണ്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ എവിടെ എന്തോ കാണാനില്ല, മുങ്ങിയെന്ന് തോന്നുന്നു, ആ വഴിക്ക് പോയെന്ന് തോന്നുന്നു. അയ്യോ അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പടത്തിനെതിരെ. എന്തായാലും എല്ലാവരും മൂഞ്ചിയെന്നേ ഞാൻ ചുരുക്കി പറയത്തുള്ളൂ. പടം അഴിഞ്ഞാടി എന്ന് തന്നെ പറയും. നമ്മുടെ ലോജിക്കൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ് തുടക്കം മുതൽ ഒടുക്കാൻ വരെ ആ ഒരു മൈൻഡിലിരുന്ന് പടം അങ്ങോട്ട് കാണുക, വേറെ ലെവൽ ഐറ്റം തന്നെ. ഇനി മാരാർജി പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന കേട്ട് നോക്കാം. ഷോ കാണാൻ വരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറേ പേര് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയുടെ അഭിപ്രായം ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ ഉടനെ പറയും ദിലീപായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ അഭിപ്രായം. അല്ലാതെ അവരോട് ചോദിക്കുക. അതാ ഞാൻ പറയാം, ഞാൻ ഒരു സിനിമയുടെ അഭിപ്രായം പൊതുവെ ഞാൻ വന്ന് പറയാറില്ല. അല്ല, അതാ പറഞ്ഞ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുക. എൻ്റെ അഭിപ്രായം പറയുന്നത് മോശമാണ്. ഞാൻ കാരണം സിനിമയുടെ എതിരെ സിനിമയെ പറ്റി മോശം പറയുന്നവരെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം നല്ലതെന്ന് പറയാൻ പറ്റുമോ, അല്ലെ മോശമെന്ന് പറയാൻ പറ്റുമോ? രണ്ടും ഞാൻ പറയുന്നില്ലല്ലോ. പബ്ലിക്കായിട്ടാണ് അഭിപ്രായം പറയാം. അഭിപ്രായം പറയാൻ വേണ്ടി ഒരുപാട് പേരോട് വരുന്നുണ്ട്. ഞാൻ 2.5 വർഷത്തിന് ശേഷം വനിതാ വിനോദത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിൻ്റെ ഷോ കാണാൻ വരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറേ പേര് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നടനെ മാത്രം കേന്ദ്രീകരിച്ചുണ്ടാവുന്നതല്ല. അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേർ ജീവിക്കുന്നത് ഒരു സിനിമ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയോട് എനിക്കൊരു യോജിപ്പുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങിയ 2 ഹിറ്റ് പടങ്ങളും കണ്ടില്ല. കളങ്കാവൽ കണ്ടില്ല, എക്കോ കണ്ടില്ല. പക്ഷെ ഞാൻ ഈ സിനിമ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് പറ്റിയതല്ല. പ്രത്യേകിച്ച് കോടതി വിധി വന്ന് ഒരു നടൻ അയാളെ വെറുതെ വിട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു ബഹിഷ്കരണമായിട്ട് ഒരുപാട് പേർ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പാടില്ല. സിനിമ നല്ലതോ മോശമോ എന്നിപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലല്ലോ പ്രാധാന്യം. അപ്പം ഞാനിത് നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് പറയും ദിലീപേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് അയാൾ നല്ലതെന്ന് പറയുന്നത് പറയും, പുള്ളിയെ താങ്ങി നടക്കാമെന്ന് പറയും. ഒരു വിഷയത്തിൻ്റെ സത്യം പറയുന്നതും സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ മുമ്പ് ഒരു സിനിമയുടെ അഭിപ്രായങ്ങളും പറയാൻ വന്നിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ശബ്ദം കൂടുതൽ ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയപ്പോൾ. കാര്യം ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ മോശം എന്ന് സിനിമയെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിനും വിലയുണ്ട്. സിനിമയെക്കുറിച്ച് മോശമെന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമല്ല മറ്റൊരാൾക്കാരെ ബാധിക്കുന്നത്. എനിക്കിഷ്ടപ്പെടുന്നതല്ല നിനക്കിഷ്ടപ്പെടുന്നത്, നിനക്കിഷ്ടപ്പെടുന്നതല്ല എനിക്കിഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മോശം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ഒരു കൂട്ടായ്മ നശിപ്പിക്കുന്നത് ശരിയല്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിനിമ, അതായത് ഒരു സിനിമയുടെ ജോണർ ഞാൻ പറയാം, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ടർ എൻ്റർടൈനാണ്. അതിനകത്ത് ദിലീപേട്ടൻ്റെ നാളിതുവരെ കാണാത്ത സ്വഭാവത്തിലുള്ളൊരു സിനിമയാണ്. ലോജിക്കില്ല എന്ന് സിനിമയുടെ അണിയറപ്പുറത്ത് തന്നെ പറയുന്നുണ്ട്. അത്തരം ഒരു ലോജിക്കില്ലായ്മയെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കുന്നത് ഒരു സാധാരണക്കാരന് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ഏത് തലപ്പത്തിരിക്കുന്നവനും എന്തും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു കുഞ്ഞു മെസ്സേജും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രസകരമായ ലാലേട്ടൻ ദിലീപ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോയി കാണാം. അതാണ് പറഞ്ഞ ലോജിക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ മാറ്റി വയ്ക്കുക. അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്യാനും പറ്റും. കൊള്ളേണ്ടവർക്ക് കൊള്ളാൻ ചെയ്യും, കുത്ത് കിട്ടേണ്ടവർക്ക് കുത്തിയിട്ടുമുണ്ട്. ഇനി മിക്സഡ് റിവ്യൂ ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരുണ്ട്, പെട്ടെന്ന് പറയുന്നവരുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നീര് പറയുന്നത് ഫുൾ മാഡ്നസ് ആണ്. പക്ഷേ പടത്തിൽ നമുക്ക് അത്രയും കുറേ കാര്യങ്ങളൊന്നും കണക്ട് ആവുന്നില്ല. ലോജിക്കില്ല, ഓക്കെ തന്നെയാണ്. പക്ഷേ അങ്ങ് എനിക്ക് അത്രത്തോളം അങ്ങ് ഭയങ്കരമായിട്ടൊന്നും ഒരു ഇതല്ല. ആ ഒരു വൈബി അങ്ങനെ എന്താ പറയുക, ഒരു ഇതുമില്ലാതെ നമ്മൾ ചുമ്മാ കുറേ നേരം ഒരു ഇതിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇനി എന്താ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കില്ല. ആ രീതിയിൽ തന്നെ അത് പറഞ്ഞാൽ 100% രീതിയില്ല, ഒരു ലോജിക്കില്ല. ആ രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഓവർ പറയാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഹാഫ്. ശരിക്കും മാഡ്നസ് മാത്രമേ ഉള്ളൂ, ഒരു ലോജിക്കില്ല. ഇതുവരെ ദിലീപിന്റെ ഒരു ഷോ രാജാവിന് പറയാൻ കാത്തിരിക്കുന്നു. ഇനി അടുത്ത രാജാവ് വരണല്ലോ, രാജാവിന് വേണ്ടിയിട്ടുള്ള ലോജിക്കില്ലായ്മ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ദിലീപിന്റെ ഷോ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ 1 വീൽ നടക്കാണ്ടിരിക്കാം. എനിക്ക് അത്രയ്ക്കൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാജാവിന് വേണ്ടിയിട്ടുള്ള ഗോപിസുന്ദർ കുഴപ്പമില്ല. ആളുടെ വർക്ക് അത്രയ്ക്ക് ഗംഭീരമൊന്നും പറയാനില്ല. എന്നാൽ ആളുടെ വർക്ക് ആൾ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പാക്ക് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം, കുഴപ്പമില്ല. ആൾ ഇതുവരെ നിലവിൽ ആളുടെ എന്താ ഉള്ളിലുള്ള സകല അസ്ത്രങ്ങൾ പുറത്തു നോക്കി ഒന്നും വിജയിച്ചില്ല. ഇനിയിപ്പം വിജയിക്കണമെങ്കിൽ രാജാവിനെ കൊണ്ടണം. രാജാവായിട്ട് വരാൻ പറയാം. ഇനി രാജാവിന് വരാനായിട്ട് കാര്യമില്ല. ഒരു ഭ്രാന്ത സിനിമ അത് തന്നെ. ദിലീപ് രക്ഷയിൽ ഇനി വരുന്നത് ഒരു ഭ്രാന്ത സിനിമ. ഭ്രാന്ത സിനിമ ഒരു തമിഴ് പഴയ റെഫറൻസ് എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ക എനിക്ക് ഇഷ്ടപ്പെട്ട്. ലോജിക്കൊന്നുമില്ല, അത് നോക്കണ്ട. ഒരു ഭ്രാന്ത സിനിമ കമ്പാരിക്കും. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. അതുവരെ ആയിട്ടില്ല, ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഭ്രാന്ത് എല്ലാ റെഫറൻസ് എല്ലാം ഉണ്ട്. റെഫറൻസ് ഒക്കെ പക്ക. മാസ് മസാല എന്ന് പറയാൻ അതിനപ്പുറം ഉണ്ട്. ഒരു ഭ്രാന്ത സിനിമ. തല്ലിപ്പോയി ആഴ്ച പടം എന്ന് പറയാം. വേറെ ആഴ്ച പടം ഒരു വായിക്കും കൊള്ളത്തില്ല. ഇത് എനിക്കൊന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ചാൽ പടം എന്ന് തോന്നുന്നു. വേറെ
അരമണിക്കൂർ താമസിച്ച ഷോ തുടങ്ങിയത്. ഇങ്ങനത്തെ ലോജിക്കില്ല, മാഡ്നസ് അടിച്ചു മയിലുമില്ല. ഒരു എന്താണ് ഒരു ദിലീപിന്റെ ആറാട്ടം എന്ന് പറയാം. ദിലീപിന്റെ വളരെ സ്നേഹം കൂടെ പോയി പടം കണ്ടു. വെറും തറപ്പോടെ കമ്പാക്ക് ഗോ ബാക്ക് ആറാട്ടാണോ ദിലീപിന്റെ ഒരു നിരോധിക്കാനുള്ള ഒരു മറുപടിയാണ് എങ്ങനെ ഉറപ്പായിട്ടും ദിലീപിനെ കാണാൻ തന്നെയാണ് നമ്മൾ രാവിലെ 8 മണിക്കുള്ള ഷോയ്ക്ക് വന്നത്. ഓഫ് കോഴ്സ് നന്നായിട്ട് ദിലീപിന്റെ ഒരു കമ്പാക്ക് എന്നാണ് മാസ് കമ്പാക്ക്. ദിലീപ് എങ്ങനെയാണ് ഒരു അല്ല ഒരു റെഫറൻസ് ഒക്കെ പഴയ എങ്ങനെയാണ് പറഞ്ഞ പക്ക മാസ് മസാല മിക്സഡ് റിവ്യൂ ആണ് ആൾക്കാര്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സംഭവം ലോജിക്കൊന്നും ഇല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ അഴിഞ്ഞാട്ടം തന്നെയാണ് മോനെ. നമുക്ക് എന്റർടൈൻ ചെയ്യാനല്ല നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണണം. ആ BGM മ്യൂസിക് എല്ലാം കൂടെ വെച്ചിട്ട് ഈ സെറ്റപ്പാ. പടം കാണുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഞാൻ ഈ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിനും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അവൻ എന്ത് വേഷം ഇട്ട് വരുമെന്ന് കാണാനാണ് ഞാനിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നത്. നോക്കാം, എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. അതുപോലെ തന്നെ കേസും സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. കേസിന്റെ വഴിക്ക്, സിനിമയുടെ വഴിക്ക്. ദിലീപിന്റെ മാത്രം അന്നമല്ല സിനിമ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമ പോയി കാണുക. വിവരമില്ലാത്ത കുറെ പേര് വന്നിരുന്ന് പറയും ബോയ്ക്കോട്ട് ചെയ്യണം, നിർത്തലാക്കണം, നിരോധിക്കണം എന്നൊക്കെ. അതൊക്കെ അത്രയും വിവരമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും കേസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ചെയ്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. ഇന്നലെ രാത്രി ചെയ്തു വെച്ചാണ്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. അതിനു മുന്നേ ഈ വീഡിയോ കാണാം. പുതിയൊരു വീഡിയോ കാണാം. ബൈ.